എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്ന് പരാതി പറയുന്നവരെ കാണാറില്ലേ നിങ്ങൾ? അതൊക്കെ ശരിയാവുമെടോ എന്ന് ചിലരെയെങ്കിലും ആശ്വസിപ്പിക്കാറില്ലേ നമ്മൾ? ചെയ്യുന്നതെല്ലാം ശരിയാവുന്നവരെക്കുറിച്ച് പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാവുന്നവരാണവർ. ഫറായിലുകളിലൂടെയും നവാഫിലുകളിലൂടെയും അള്ളാഹുവിൻ്റെ ആളുകളായി മാറുന്നവർ. ഖുദ്സിയായ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ. ഫഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം അവൻ്റെ തൃപ്തിക്കനുസരിച്ച് മാത്രമായിരിക്കും. നന്മയല്ലാത്തതൊന്നും നമ്മൾ കേൾക്കുകയില്ല തന്നെ. നമ്മുടെ ചെയ്ത്തുകളും നടത്തങ്ങളുമെല്ലാം അവൻ്റെ തൃപ്തിക്കനുസൃതമായി മാത്രമാവും. ചോദിക്കുന്നതെല്ലാം അവൻ കനിഞ്ഞേകും. പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നെല്ലാം അവൻ അഭയം നൽകും. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെയും ശരിയായിത്തീരും. റമദാൻ നന്മകളുടെ കാലമാണ്. നോമ്പും നമസ്കാരവും സക്കാത്തും ഉൾപ്പെടെ ഫറായിലുകൾ ഒരുമിക്കുന്ന കാലം. ഖിയാമുൽ ലൈലും സദഖകളും എത്തിക്കാഫും ഉൾപ്പെടെ ധാരാളം നവാഫിലുകൾ കൊണ്ട് ജീവിതം സജീവമാവുന്ന സമയം. സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് മുന്നേറുക, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുക.